അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ എപ്പോഴെന്ന് ചോദിച്ചാൽ ചില ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ഗിദെയോനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ച വിഷയമാണ്. ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവൻ പറയാൻ പറ്റുന്നത് പറഞ്ഞ് വേഗത്തിൽ പാസ്റ്റർ വരുമ്പോൾ ഞാൻ മൈക്ക് കൊടുക്കും. ഹല്ലേലൂയ, അവൻ ഒന്ന് ശ്രദ്ധിച്ചോ. അവൻ അവിടെ വചനം ഇങ്ങനെ പറയുന്നു, അപ്പോൾ എപ്പോൾ അവൻ ഗിദെയോനെ നോക്കിയാൽ ഗിദെയോൻ കുറെ ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഒട്ടനവധി ചോദ്യങ്ങൾ ഗിദെയോന്റെ ഹൃദയത്തിനകത്തുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചില നാളുകളായി ഗിദെയോന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ. ഹല്ലേലൂയ. തൊട്ട് മുകളിലത്തെ വാക്യം അവിടെ പറയുന്നു, ഗിദെയോൻ അവനോട്, അയ്യോ യഹോവേ, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും വന്ന് ഭാവിക്കുന്നത് എന്ത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവൻ ഇസ്രായേലിനെ മിസ്രയീമിനകത്തുനിന്ന് വിടുവിച്ചു കൊണ്ടുവന്നപ്പോ നടന്നു എന്ന് പറയുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്ന ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ ഇപ്പോ എവിടെ? ഹല്ലേലൂയ. യഹോവ ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ, 3 ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഗിദെയോനെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ദൂതൻ ഗിദെയോന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന സമയം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഗിദെയോന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നിട്ട് ഗിദെയോനോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, അല്ലയോ അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഇത് അവൻ ഗിദെയോനോട് ദൈവം പറയുന്ന വാക്കുകളാണ്. ഗിദെയോനോട് സ്വർഗം പറയുക, അവൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ തിരിച്ചു ചോദിച്ചു, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെയും എന്തൊക്കെയും നമുക്ക്, ആമേൻ, ആ ഭാഗം നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുള്ളവരാണ്. വചനം പറയുന്നു, ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടകന്നപ്പോ ദൈവം ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം അറിയാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഇന്നുകളിലോ ഇന്നലകളിലോ നാളെയോ എന്തെങ്കിലും ഒരു പ്രതികൂലം, എന്തെങ്കിലും ഒരു വൈഷമ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദൈവം അറിയാതെ ഒന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിന് വിരോധമായി വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള യോസേഫിന് നേരെ പൊട്ടക്കിണർ വന്നത്, അവൻ അടിമച്ചങ്ങല വന്നത്, അവൻ കാരാഗ്രഹം വന്നത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ഹല്ലേലൂയ. കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്തൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ, ഇനി എന്തൊക്കെ സംഭവിക്കുമോ, അത് നന്മയായാലും തിന്മയായാലും സകലതും ദൈവം അറിഞ്ഞിട്ടേ വരത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം അല്പസമയത്തേക്ക് ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ഇവരെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവരെ ഒന്ന് ശരിയാക്കി എടുക്കണം, ഇവരെ ഒന്ന് പഠിപ്പിക്കാനുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നത് എങ്ങനെ, ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത് എന്നൊന്ന് പഠിപ്പിക്കണം. അല്ലെ, വല്ലാതെ ഞെരുങ്ങിയപ്പോ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ചിലരങ്ങനെ, അവൻ വല്ലാതെ ഞെരുങ്ങിയാലേ പ്രാർത്ഥിക്കത്തുള്ളൂ, വല്ലാതെ ഭാരം വന്നാലേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇവരങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച സമയത്ത് അവൻ, ഹല്ലേലൂയ, ദൈവം അവൻ ഇസ്രായേലിനെ ഒന്ന് നോക്കി. അവൻ ഇസ്രായേൽ ജനത്തെ മുഴുവനും നോക്കിയപ്പോ എല്ലാവരും ദൈവത്തെ വിട്ടകന്ന് അതേ ഇസ്രായേലിന്റെ നടുവിൽ ഒരുവന് മുന്തിരി ചക്കുമായി കണക്ഷനുള്ള ഒരുവനെ കാണുക. യോവാശിന്റെ മകനായ അവൻ ഗിദെയോൻ, അവൻ കരുവേലകത്തിന്റെ അടുക്കൽ വചനം പറയുന്നു, അവൻ കോതമ്പ്, അവൻ മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിന് അരികെ വെച്ച് മെതിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിദ്യാന്യരുടെ കയ്യിൽ തന്റെ നന്മ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവൻ മുന്തിരി ചക്കിന് അരികിൽ വെച്ച് അവൻ ആള് മെതിക്കുക. സാധാരണ കോതമ്പ് അവൻ മെതിക്കുന്നത് കോതമ്പ് കളത്തിൽ വെച്ച്, പക്ഷെ പുള്ളി മെതിക്കുന്നത് അവൻ മുന്തിരി ചക്കിനരികിൽ വെച്ച്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടുമ്പോ, ആരാധനയ്ക്ക് വേണ്ടി ഓടുമ്പോ, ജോലിക്ക് കൊടുക്കുന്ന സമയത്തെക്കാളും ദൈവത്തിന് സമയം കൊടുക്കുമ്പോ നിന്ദിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, അവൻ ലോകത്തിലേക്ക് നോക്കാതെ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന്
നിങ്ങളുടെ പ്രവൃത്തി ചെയ്ത് ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മകളെ കർത്താവിന്റെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തരുന്ന നന്മകളെ പ്രാർത്ഥനയോടെ പ്രൊട്ടക്ട് ചെയ്യുക. ഹല്ലേലൂയ. ശത്രുവിന് കൊടുക്കരുത്, മിഥ്യാന് കൊടുക്കരുത്. ദൈവം തന്ന നന്മയുടെ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹം നമുക്ക് അനുഭവിക്കണമെങ്കിൽ മുന്തിരിച്ചക്കുമായിട്ട് ബന്ധം ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവമായിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു ഗിദെയോൻ പറയുക, ഞാൻ മുന്തിരിച്ചക്കുമായിട്ട് ബന്ധമുള്ളവനാ. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇവൻ പേടിത്തൊണ്ടനാ, ഇവന്റെ കയ്യിൽ നന്മ വന്നാൽ നിൽക്കത്തില്ല. ഇവനെ ഹല്ലേലൂയ യഥാവിധമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവൻ എല്ലാത്തിനും മുന്തിരിച്ചക്കുമായൊരു ബന്ധം. എല്ലാവരും കുറ്റം പറഞ്ഞപ്പോ ഗിദെയോൻ പറയുക, ഞാൻ ഇച്ചിരി പേടിത്തൊണ്ടെന്നല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ, എന്റെ നന്മയെ ശത്രുവിന് ഞാൻ കൊടുക്കത്തില്ല. ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹത്തെ ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല. ആമേൻ. കർത്താവിന്റെ ഭാഷയിൽ അങ്ങനെയുള്ളവരെ പറയുന്ന പേര് പരാക്രമശാലി എന്ന്. ഹല്ലേലൂയ. ദൈവം നന്മ തരും ഉറപ്പാ, പക്ഷെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ദൈവം അനുഗ്രഹം തരും ഉറപ്പാ, അത് സൂക്ഷിക്കേണ്ട നമ്മളാ. ദൈവം വരുമാനം തരും ഉറപ്പാ, അത് സൂക്ഷിക്കേണ്ട നമ്മളാ. നമ്മുടെ മിടുക്ക് കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കയ്യൂക്കം വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അടിച്ചോണ്ട് പോകും മിഥ്യാന്. അല്ലെ, പക്ഷെ ദൈവവുമായി യഥാവിധം ഹൃദയം തുറന്നൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു മിഥ്യാന്യനും കൊണ്ടുപോകാതെ വണ്ണം നമ്മുടെ നന്മകളെ സൂക്ഷിക്കുവാൻ ആമേൻ ആ ദൈവവുമായുള്ള ബന്ധം നമ്മൾ ശക്തീകരിക്കുവാനിടയായി തീരും. അവിടെ നമുക്ക് പറയാൻ കാണും, എന്റെ ബലത്താലല്ല, എന്റെ ശക്തിയാലല്ല, യഹോവയുടെ ശക്തിയാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ആമേൻ. ഗിദെയോന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, അവൻ മുന്തിരി ചക്കിനകത്ത് പോയി അടുത്ത് പോയത് കൊണ്ട് എന്റെ കോതമ്പിനെ മിഥ്യാൻ കൊണ്ടുപോയില്ല. ഹല്ലേലൂയ. ദൈവം ആമേൻ തനിക്കുള്ളനെ തനിക്ക് കൊടുത്തു. ഇസ്രായേൽ മുഴുവൻ ആൾക്കാരുടെയും ആമേൻ വിള ശത്രു നശിപ്പിച്ചപ്പോ ഗിദെയോൻ അധ്വാനിച്ചത് ഗിദെയോൻ കഴിച്ചു. 7 വർഷം മിഥ്യാന്യർ ഇസ്രായേല്യരെ ആക്രമിക്കുമ്പോൾ 7 വർഷം കൊണ്ട് ഇസ്രായേല്യർ ഏറ്റവും മുടിഞ്ഞു പോയി. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു, യഹോവ ഇസ്രായേലിന്റെ നിലവിളി കേട്ടിട്ട് താഴേക്ക് നോക്കുമ്പോ ആമേൻ ഇവരെ ഒക്കെ രക്ഷപ്പെടുത്താൻ അവൻ മിടുക്കൊണ്ടെന്ന് പറഞ്ഞ ഒത്തിരി പേരെ സെലക്ട് ചെയ്യാതെ പേടിത്തൊണ്ടനെന്ന് പറഞ്ഞ നാട്ടുകാർ മുദ്ര കുത്തി അവൻ ഒന്നിനും കഴിവില്ലെന്ന് പറഞ്ഞ് ഒതുക്കി കളഞ്ഞ ഗിദെയോന്റെ മേൽ കർത്താവിന്റെ ദൃഷ്ടി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പേടിത്തൊണ്ടെന്ന് പറഞ്ഞ മനുഷ്യന്റെ അടുക്കൽ ഒരു വിളിയുമായി വരിക, അല്ലയോ പരാക്രമശാലിയെ. ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ. ആ വിളി വന്നപ്പോഴാ ദൈവം അടുത്ത് പറയുന്ന വാക്ക്, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ആമേൻ. ഗിദെയോൻ ചോദിക്കുക, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെയും വന്ന് ഭവിക്കുന്നത് എന്ത്? ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയാം, ശത്രുവായവൻ പലതും നഷ്ടപ്പെടുത്തി കളയുമ്പോഴും അതിൻ്റെ നടുവിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ആമേൻ പ്രാർത്ഥനയുള്ള, ദൈവവുമായി ബന്ധമുള്ള, അല്ല ദൈവഭയമുള്ള, കർത്താവിന് തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്ന, ഇതൊക്കെ എനിക്ക് പ്രസംഗിക്കണമായി ഞാൻ നിർത്തി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗിദെയോന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നോക്കുന്നത് ഹല്ലേലൂയ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നവരെയല്ല, സ്വയം ഇടുക്കിൽ ആശ്രയിക്കുന്നവരെയല്ല. ഹല്ലേലൂയ. സ്വന്തം ബലത്തിലോ സ്വന്തം ശക്തിയിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന യുദ്ധങ്ങളെ ചെയ്യുവാൻ തയ്യാറെടുപ്പുള്ള ഗിദെയോനുണ്ടോ? സ്വർഗം നോക്കുക. സ്വർഗം പറയും, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കത്തില്ല, ഞാൻ നിന്റെ കൂടെ വരാൻ പോവുക. നീ മിഥ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കത്തക്കവണ്ണം നിന്റെ ബലഹീനനെന്ന് പറഞ്ഞ കരത്തെ അവൻ പേടിത്തൊണ്ടെന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് ബലപ്പെടുത്തി മിഥ്യാൻ നിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ സകലത്തിനും അവനോട് പ്രതികാരം ചെയ്യത്തക്കവണ്ണം ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ ഞാൻ അവൻ ബലഹീനനാ, മിടുക്കില്ല, കഴിവില്ല, പ്രാപ്തിയില്ല, പക്ഷേ അവൻ കർത്താവുമായുള്ള ബന്ധത്തെ പിരിഞ്ഞ് എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ ഞാൻ പേടിത്തൊണ്ടനാ, ലോകത്തിന്റെ മുൻപിൽ ഞാൻ തോറ്റുപോയവനാ, ലോകത്തിന്റെ മുൻപിൽ ഞാൻ പരാജയപ്പെട്ടവനാ. പക്ഷെ എൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി അങ്ങ് അവൻ വെച്ചിരിക്കുന്ന യുദ്ധങ്ങളെ ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് പറയുക, അവൻ ഞാനൊരു കർത്താവ് നമ്മളെ ഒന്ന് നോക്ക, എന്നിട്ട് ഇങ്ങനെ പറയൂ, നിന്റെ ഈ ബലത്തോടെ പോക, നീ മിഥ്യാന്യരുടെ കയ്യിൽ നീ ഇസ്രായേലിനെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ആമേൻ. ദൈവത്താൽ അയക്കപ്പെടുന്ന ചിലർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ യുദ്ധങ്ങൾക്ക് വേണ്ടി കർത്താവിനാൽ പരിശീലിപ്പിക്കപ്പെടുന്ന ദൈവജനത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്വർഗം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും.
ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളെ സമയത്തിന് വിടണമെങ്കിൽ പാസ്റ്റർക്ക് പെട്ടെന്ന് ആയിക്കൊണ്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലം സ്വർഗ്ഗം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ഒറ്റ മനുഷ്യനെ പോലെ കൂട്ടിനാരും വരത്തില്ല. നിങ്ങളുടെ ദേശത്തിനോ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോലും ആരും വന്നെന്ന് വരത്തില്ല. നിങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥന സപ്പോർട്ട് തരാൻ പോലും ആരും വന്നെന്ന് വരത്തില്ല. പക്ഷെ ഒറ്റ മനുഷ്യനെ പോലെയാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവ് എനിക്ക് അങ്ങയുടെ ബന്ധമല്ലാതെ അങ്ങയുമായിട്ടൊരു കൂട്ടായ്മല്ല മറ്റൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടോ? സ്വർഗം നമ്മളെ ശക്തീകരിക്കും. നമ്മുടെ യുദ്ധങ്ങൾക്കായിട്ടല്ല, ദൈവത്തിൻ്റെ യുദ്ധങ്ങൾക്കായിട്ട്. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.